ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടാറ്റ നെക്സോൺ ഇന്ത്യയിലെ SUV വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. 2026 സാമ്പത്തിക വർഷത്തിൽ 2,16,054 യൂണിറ്റ് വിൽപ്പന നടത്തി ഹ്യുണ്ടായി ക്രീറ്റയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് നെക്സോൺ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ SUV സിംഹാസനം തിരിച്ചുപിടിച്ച ടാറ്റ നെക്സോൺ 2025-26 സാമ്പത്തിക വർഷം വിപണി കീഴടക്കിയ ടാറ്റ നെക്സോണിന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് വാഹനലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തെ വിൽപ്പന റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ മുൻവർഷത്തെ തിരിച്ചടികൾ പൂർണ്ണമായും മറികടന്ന ടാറ്റ നെക്സോൺ ഹ്യുണ്ടായി ക്രീറ്റയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. 2026 മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആകെ 2,16,054 യൂണിറ്റ് നെക്സോണുകളാണ് വിറ്റഴിച്ചത്. 2025 സാമ്പത്തിക വർഷത്തിൽ 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നെക്സോൺ ഇത്തവണ 32% അവിശ്വസനീയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഹ്യുണ്ടായി ക്രീറ്റയേക്കാൾ 15,000 യൂണിറ്റുകൾ അധികം വിറ്റഴിക്കാൻ ടാറ്റ നെക്സോണിന് സാധിച്ചുവെന്നതാണ് ശ്രദ്ധേയം. 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായി ക്രീറ്റയ്ക്ക് 2,01,921 യൂണിറ്റ് വിൽപ്പനയാണ് നേടാനായത്. മുൻ സാമ്പത്തിക വർഷത്തെ 1,04,871 യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രീറ്റയ്ക്ക് വെറും 4% വളർച്ച മാത്രമാണ് നേടാനായത്. അതേസമയം കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടാറ്റയുടെ തന്നെ എൻട്രി ലെവൽ SUV മോഡലായ പഞ്ച് 1,83,980 യൂണിറ്റുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മാരുതി സുസുക്കി ബ്രിസ 1,80,104 യൂണിറ്റുകളുമായി നാലാം സ്ഥാനത്തും മഹീന്ദ്ര സ്കോർപിയോ 1,78,800 യൂണിറ്റുകളുമായി അഞ്ചാം സ്ഥാനത്തുമുണ്ട്. ഇന്ത്യൻ വിപണി പൂർണ്ണമായും SUV കേന്ദ്രീകൃതമായി മാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി കാണാനാകുന്നത്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, റോഡ് പ്രസൻസ്, ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ നിർമ്മാണ രീതി എന്നിവയാണ് ഉപഭോക്താക്കളെ SUV-കളിലേക്ക് ആകർഷിക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.